വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു FEGയിൽ വന്നിട്ടാണ് ഇന്നലെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും അവിടേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ലെവലുകൾ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഓപ്പണിലേക്കാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നോട്ട് ചെയ്ത് വെക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇത്രയാണ് ഇറങ്ങാൻ സാധ്യതയുള്ള 3 ലെവൽ എന്ന് പറയുന്നത്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. വീണ്ടും കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിംഗ് ഹൈനെയും നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് ഇന്ത്യൻ സമയം 7:30ക്ക് ISM സർവീസ് PMA വരുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. പ്രീവിയസ് വരുന്നത് 50.8, ഫോർകാസ്റ്റ് 51.5 ആണ് വരുന്നത്. ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയാണ്, അല്ലെങ്കിൽ തിരിച്ചാണ് സംഭവിക്കുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് ഇത് നോക്കാം. ആദ്യം തന്നെ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 3303.195, 3317.081, അടുത്തത് 3333.551, അതിന്റെ അടുത്തത് 3348.082. ഇനി റെസിസ്റ്റൻസ് ആണ് 3374.240, 3389.094, അടുത്തത് 3425.262 ആൻഡ് 3441.731. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക എന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അപ്പോഴും ശ്രദ്ധിക്കണം, ഈ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പാറ്റേൺ കിട്ടണം. എന്നിട്ട് മുകളിലോട്ട് പോയിട്ട് ഒരിക്കൽ കൂടി ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഇടയിലൊക്കെ ചെറിയ പുൾ ബാക്കുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിൽ വരുന്ന സമയത്ത് നമുക്കൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ കാണുന്നതും. ഇവിടെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇനി വേറൊരു കാര്യം, ഇവിടെ എത്തുന്ന സമയത്ത് നല്ലൊരു മൊമെന്റ്, ഇതുപോലെ നല്ലൊരു മൊമെന്റ് ആണ് മുകളിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ നോക്കാവുന്നതാണ്. അപ്പൊ ഈ ലെവല് വരുന്ന സമയത്ത്, ഈ രണ്ട് ലെവല്, ഒന്നല്ലേ മുകളിലത്തെ ലെവലും താഴോട്ട് വരുന്ന ലെവൽ വരുന്ന സമയത്തും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്തും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ വീണ്ടും നമുക്ക് ബൈക്ക് തന്നെ നോക്കാവുന്നതാണ്. താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകളെല്ലാം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നോക്കിയാൽ കാണാം ഇവിടെ വലിയൊരു FEG ആണ്. ഈ FEGയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും ബൈ ഒക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഈ മാർക്ക് ചെയ്ത ഓരോ ലെവലുകൾ, ഈ ഒരു 1 അവറിന്റെ ലെവലുകളൊക്കെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അവിടേക്കൊക്കെ വരുന്നു. അതുപോലെ തന്നെ 50 മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയാണത് ഈ കാണുന്നത്.
ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പൊ അവിടേക്ക് വരുമ്പോഴും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കുക, കൺഫർമേഷൻ എടുക്കുക, എന്നിട്ട് അതിനുശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ മുകളിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എത്താവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. എന്നിരുന്നാലും ഈ ലൈനിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. ചിലപ്പോൾ കുറച്ചു നേരമൊക്കെ നിന്ന് താഴോട്ടേക്ക് ഒരു പുൾ ബാക്ക് ഒക്കെ തന്നിട്ടായിരിക്കും വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം ഈ ലൈനിന്റെ ഏരിയയില് ഒരു നല്ലൊരു FEG ഉണ്ട്, ഒരു നല്ലൊരു സപ്ലൈ നടന്ന ഏരിയ ആണ്. അപ്പൊ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് പുൾ ബാക്കുകൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവിടേക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.